തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പിയുടെ സംസ്കാരം ഇന്ന്. മൃതദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:30 കുരിയാത്തി പുത്തൻകോട്ട ശ്മശാനത്തിലാണ് സംസ്കാരം. ആനന്ദ് കെ തമ്പി CPIM-ൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥി അജിൻ 24-നോട് പറഞ്ഞു. ബി.ജെ.പി. RSS നേതൃത്വവുമായി ആനന്ദ് തെറ്റിപ്പിരിയുകയും ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ അവിടുത്തെ പാർട്ടി സഹാക്കളെ സമീപിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആനന്ദ് തന്നെ വന്ന് പറഞ്ഞു, തൽക്കാലം എനിക്കൊന്നുകൂടി ആലോചിക്കുവാനുണ്ട്. തിരുമല തൃക്കണ്ണാപുരം പുന്നയ്ക്കാമുകൾ വാർഡിൽ ഒരു വയൽ പോലും ഇല്ല. മണ്ണ് മാഫിയ സംഘം ഇവരറിയാതെ ഒരാൾ പോലും ഇവിടെ വസ്തു വാങ്ങുകയോ വയലിനകത്ത് വീട് വയ്ക്കുകയോ ചെയ്തില്ല. അതിനിടെ RSS നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുള്ള ആനന്ദ് കെ തമ്പിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകിയിട്ടും ഒഴിവാക്കി എന്നാണ് സുഹൃത്തിനയച്ച ശബ്ദരേഖയിൽ പറയുന്നത്. RSS വേദിയിൽ ആനന്ദ് കെ തമ്പി പങ്കെടുക്കുന്ന ചിത്രവും പുറത്തുവന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ഒരാളും വിലക്കൊന്നുമില്ല. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. അതിനിടെ മന്ത്രി വി ശിവൻകുട്ടി ആനന്ദിന്റെ വസതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ അത് അവസാനിച്ചോ? മൃതദേഹം എപ്പോഴാണ് കൊണ്ടുവരുന്നത്? മന്ത്രി അവിടെയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സുജിത്ത്, കേൾക്കാമോ? അനുജ, ഇപ്പോൾ മന്ത്രി ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിയ ശേഷം ആദ്യം അച്ഛനെ കണ്ടു. അച്ഛൻ കേശവൻ തമ്പിയെ കണ്ട ശേഷമാണ് ഭാര്യ പിതാവിനെയും സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിനുള്ളിലേക്ക് ആനന്ദിന്റെ ഭാര്യ ആതിരയെ കണ്ടു. കുട്ടികളെയും അടക്കം കണ്ടു. കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ തന്നെ വീട്ടുകാരോട് ചോദിച്ച ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് സംഭവം അടക്കം വീട്ടുകാരോട് മന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം, പ്രധാനമായ കാര്യം, വീട്ടുകാർ ഇപ്പോൾ മന്ത്രിയോട് പറഞ്ഞത് ഈ BJP നേതാക്കന്മാരിൽ നിന്നുള്ള ഒരു ആനന്ദിനെ നേരിട്ടതുപോലെ തന്നെയുള്ള ഭീഷണി തങ്ങൾക്കുണ്ടാകുന്നു, തങ്ങൾക്കും രീതികൾ ഉണ്ടാകും എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ അതാണ് ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അദ്ദേഹം വലിയ നിരാശയിലാണ് എന്നുള്ളത് ആ ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ താൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങും എന്നൊക്കെ പറയുന്ന ആനന്ദിന്റെ ശബ്ദരേഖയാണ് കണ്ടത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അദ്ദേഹം പിന്നീട് തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായിപ്പോയി എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമായ ഒന്നാണ്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അവർക്ക് ഇതേക്കുറിച്ച് കാര്യമായി അറിവില്ല എന്നൊക്കെ രാവിലെ നമ്മുടെ പ്രതിനിധിയോട് പറയുകയും ചെയ്തിരുന്നു. ഇന്ന് സംസ്കാരമുണ്ടാകും. അല്പസമയം മുൻപാണ് മന്ത്രി വി ശിവൻകുട്ടി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്, സമാശ്വസിപ്പിച്ചത്. അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരികയാണ്. കാരണം BJP പ്രതിരോധത്തിലാകുന്ന, നേതൃത്വം തന്നെ പ്രതിരോധത്തിലാകുന്ന സംഭവം, അതിന് തൊട്ട് പിന്നാലെ ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ മറുപടി പറയണം എന്നുള്ള ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്, ചില കോണുകളിൽ നിന്ന്. അപ്പോൾ ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, ഗുരുതരമായ പ്രശ്നമാണ്, ദുഃഖകരമായ സംഭവമാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയവത്കരിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. സുജിത്ത്, പറയൂ. അനുജ, ഇപ്പോൾ ഈ വീട്ടിലേക്ക് മന്ത്രി വന്ന് മടങ്ങിയിരിക്കുന്നു. മറ്റൊന്ന്, വീട്ടുകാർക്കും ചില പരാതികൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആനന്ദിന് നിരന്തരം ഭീഷണികൾ BJP നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിരുന്നു. കടുത്ത സമ്മർദ്ദമാണ് BJP RSS നേതാക്കന്മാരിൽ നിന്നും നേരിടേണ്ടി വന്നത്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഭാര്യ, പിതാവ് അടക്കമുള്ളവർ മന്ത്രിയോട് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇപ്പോൾ മന്ത്രി ആനന്ദിന്റെ ഭാര്യ ആതിരയെയും സന്ദർശിച്ചു. അവരും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്രിയോട് പറഞ്ഞതെന്നാണ് അടുത്ത ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്.
അടുത്ത ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ഭയം ആനന്ദിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം മണ്ണ് മാഫിയക്കെതിരെ ശക്തമായി താൻ പ്രതികരിച്ച് രംഗത്ത് വന്നപ്പോൾ തന്നെ തനിക്കെതിരെ BJP RSS നേതൃത്വം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആനന്ദിനെ പല സമയത്തും ആനന്ദ് തനിക്ക് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ തനിക്ക് അനുകൂലമായ ഒരു നിലപാടായിരുന്നു നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നീടാണ് ഇത്തരത്തിലൊരു തീരുമാനം മാറ്റിമറിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഇദ്ദേഹം CPM-ലേക്ക് ചേരാനുള്ളൊരു നീക്കം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നേതാക്കന്മാരുമായി നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു ആലോചനകൾ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നിലവിലെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിൻ്റെ സഹോദരനെ ഇദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുകയും അജിനുമായി സംസാരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നമ്പറൊക്കെ വാങ്ങിയെങ്കിലും പിന്നീട് അജിനുമായി സംസാരിച്ചില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം മാറ്റിയത്. അതായത് തൻ്റെ നിലപാടുകളുമായി ഈ CPM നേതൃത്വവുമായി പോവുക ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാണ് അദ്ദേഹം ശിവസേനയിലേക്ക് ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ശിവസേനയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചൊല്ലിയും BJP-യിലെ ചില നേതാക്കന്മാരും RSSന്റെ ചില നേതാക്കന്മാരിൽ നിന്നും കടുത്ത ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായി എന്നുള്ള ഒരു കാര്യവും പറയുന്നു. ഇതാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി ഒടുവിൽ ഒരു ആത്മഹത്യയിലേക്ക് ചെന്നെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നേതാക്കന്മാർ BJP-യുടെ നേതൃത്വം അടക്കം ഇതിൽ നിന്നും ആനന്ദ് ഒരു രീതിയിലും BJP-യുടെ പ്രവർത്തകനല്ല, RSS-മായി പണ്ടെന്തോ ബന്ധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രീതിയിലാണ് നേതാക്കന്മാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളടക്കം പറയുന്ന അങ്ങനെയല്ല. അദ്ദേഹം അവസാന സമയം വരെ BJP RSS അനുഭാവി തന്നെയായിരുന്നു. RSS-ന്റെ കോളേജ് പഠന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് തന്നെ ശബ്ദരേഖയിൽ പറയുന്നത് പ്രകാരം മനസ്സും ശരീരവും പണവും സമയവും ഒക്കെ സംഘടനയ്ക്ക് നൽകിയിട്ടും ഒഴിവാക്കി എന്നതാണ്. ആ ശബ്ദരേഖ ഒരു തെളിവായി ഇവിടെ നിൽക്കുകയാണ്. RSS വേദിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാരമുണ്ടാകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.